പൂർത്തീകരിച്ച് വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ആയിരിക്കുന്ന അത്യുത്തമമായ അവസ്ഥയിലായിരിക്കുന്ന വാത്സല്യ മാതാവിൻ്റെ ശവസംസ്കാര ശുശ്രൂഷയെ സംബന്ധിച്ചൊരു വാക്ക് സംസാരിപ്പാൻ കർത്താവ് തന്ന ഈ നല്ല അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ കുടുംബം പണിയുവാൻ വാത്സല്യ മാതാവിൻ്റെ കണ്ണുനീര്, കഠിനാധ്വാനം ഒക്കെ ധാരാളമുണ്ട്. 7 മക്കളെ വളർത്തി, അവരുടെ മക്കൾ, കൊച്ചുമക്കൾ 4ാം തലമുറ വരെ കാണുവാൻ ദൈവം ഭാഗ്യം നൽകി. വളരെ പ്രത്യാശയോടും പ്രാർത്ഥനയോടും കർത്താവിലുള്ള അടിയുറച്ച വിശ്വാസത്തിലും ഒരു നല്ല മാതൃകയുള്ള ക്രിസ്തീയ ജീവിതം കാഴ്ചവെക്കുവാൻ ദൈവം തൻ്റെ ദാസിയെ സഹായിച്ചു. കർത്താവിൻ്റെ സമയമായപ്പോൾ ഇമ്പങ്ങളുടെ പർദീസയിലേക്ക് ചേർക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. ജനനം, മരണം, ഈ 2 പ്രക്രിയകൾക്കിടയിൽ ഈ ഭൂമിയിലായിരിക്കാൻ മനുഷ്യന് ദൈവം നൽകിയിരിക്കുന്ന അവസരത്തിന് ജീവിതമെന്ന് പറയും. ഓരോ മനുഷ്യനും തൻ്റെ ജീവിതത്തിൽ അത്യാവശ്യം പരിചയപ്പെടേണ്ട ഒരു ഏറ്റവും പ്രത്യാശാജനകമായ ഒരു പദം വിശുദ്ധ വേദപുസ്തകം ലോകത്തിന് പരിചയപ്പെടുത്തുന്നുണ്ട്. ആ പദമാണ് നിത്യജീവൻ എന്ന് പറയുന്നത്. നിത്യജീവൻ. ഈ ഭൂമിയിലെ ജീവിതം ഏത് മനുഷ്യനും 70 ഏറെയായാൽ 80 അതിൻ്റെ പ്രതാപം, കഷ്ടവും പ്രയാസവും അത്രയെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുമ്പോൾ, മരണമില്ലാത്ത കോടി യുഗങ്ങൾ ജീവിക്കുന്ന ഒരു ജീവിതത്തെക്കുറിച്ച് വേദപുസ്തകം വിഭാവനം ചെയ്യുന്നു. അതാണ് നിത്യജീവൻ. ഈ ഭൂമിയിലായിരിക്കുന്ന എല്ലാ മനുഷ്യരും നിത്യജീവൻ്റെ അവകാശികളായി തീരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നിത്യജീവനെ എങ്ങനെ പ്രാപിക്കാം? കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നത് മനുഷ്യന് നിത്യജീവൻ ലഭിക്കുവാൻ വേണ്ടിയാണ്. കർത്താവ് പറഞ്ഞു, ലാസറിൻ്റെ കല്ലറയ്ക്കൽ ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവനാരും ഒരു നാളും മരിക്കുകയില്ല. കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി ഹൃദയത്തിൽ വിശ്വസിച്ച് സ്വീകരിച്ച് ദൈവമക്കളായി തീരുന്നവർക്ക് ലഭിക്കുന്ന ഒന്നാണ് നിത്യജീവൻ എന്ന് പറയുന്ന ഏറ്റവും പ്രത്യാശാജനകമായ അനുഭവം. പ്രൈസ് ദി ലോർഡ്. നിത്യജീവൻ്റെ ഗ്യാരണ്ടി എന്താണ്? മരണാനന്തരമുള്ള ജീവിതത്തിൻ്റെ ഗ്യാരണ്ടി എന്താണ്? പലസ്തീനിൽ ഒഴിഞ്ഞുകിടക്കുന്ന അരിമത്യയിലെ ജോസഫിൻ്റെ കല്ലറ, അതായത് യേശു ക്രിസ്തുവിനെ അടക്കം ചെയ്ത കല്ലറ, ഉയർപ്പിൻ്റെ ഗ്യാരണ്ടിയാണ്. ഈ ലോകത്തിലെ ജീവിതം കഴിഞ്ഞ ക്രിസ്തുവിൽ വിശ്വസിച്ച ഏത് ഭക്തനും ഒരു പുനരുത്ഥാനമുണ്ട്. അതിൻ്റെ ഗ്യാരണ്ടിയാണ് യേശു ക്രിസ്തുവിൻ്റെ ഒഴിഞ്ഞുകിടക്കുന്ന കല്ലറ. യേശു ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റെങ്കിൽ ക്രിസ്തുവിൽ വിശ്വസിച്ച നിത്യജീവൻ അവകാശികളായി തീർന്ന എല്ലാവരും ഉയർത്തെഴുന്നേൽക്കും. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാഹളം ധ്വനിക്കുമ്പോൾ ക്രിസ്തുവിനുള്ളവർ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ വാത്സല്യ മാതാവ് തേജസ്സിൻ്റെ ശരീരത്തോടുകൂടെ ഉയർത്തെഴുന്നേൽക്കും. ആ പ്രത്യാശയാണ് ഇവിടെയുള്ള എല്ലാവരെയും ഭരിക്കുന്നത്. മാനുഷികമായ നിലയിൽ ദുഃഖമുണ്ടെങ്കിലും ഈ പ്രത്യാശ, ഞങ്ങൾക്കിവിടെ പ്രസംഗിക്കാനുള്ളത് വാത്സല്യ മാതാവിൻ്റെ നിത്യശാന്തിക്ക് വേണ്ടിയല്ല. ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാവരുടെയും ചിന്തയ്ക്കും ഒരു നിമിഷം നമ്മുടെ ജീവിതത്തെ ശോധന ചെയ്യുന്നതിനുമാണ്. കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടിയുള്ള നിത്യജീവന് അവകാശികളായി തീർന്നിട്ടില്ലെങ്കിൽ വേദപുസ്തകം പരിചയപ്പെടുത്തുന്ന മറ്റൊരു പദമുണ്ട്. വളരെ നിരാശ തോന്നിക്കുന്ന ഒരു പദമാണ് രണ്ടാമത്തെ മരണമെന്നാണ് വിശുദ്ധ വേദപുസ്തകം അതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. പ്രിയമുള്ളവരെ, 2 സ്ഥലങ്ങൾ മാത്രമേ നമുക്ക് എത്തിച്ചേരാനുള്ളൂ. അതിനിടയിൽ ഒരു ബസ്പുർഖാന ഇല്ല, ഒരു കുട്ടി നരകമില്ല. ഒന്നുകിൽ നരകം അല്ലെങ്കിൽ സ്വർഗം. യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ദൈവകൽപ്പനയാവുന്ന സ്നാനം സ്വീകരിച്ച് ആത്മനിറവിൽ ദൈവത്തെ ആരാധിച്ച് വേർപാടും വിശുദ്ധിയും സൂക്ഷിക്കുന്ന തൻ്റെ സഭയെ ചേർക്കുവാൻ കർത്താവ് വരാറായി. കർത്താവ് തൻ്റെ സഭയെ ചേർക്കുവാനായി വരുമ്പോൾ, കാഹളം ധ്വനിക്കുമ്പോൾ മാതാവ് ഉയർത്തെഴുന്നേൽക്കും. പ്രത്യാശയുടെ പൊൻപുലരിയിൽ വീണ്ടും കാണാം എന്നുള്ള ദൈവവചനത്തിൽ നിന്നുള്ള പ്രത്യാശ ഒരിക്കൽ കൂടെ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന കേരള സ്റ്റേറ്റ് ചർച്ച് ഓഫ് ഗോഡിൻ്റെ കേരള സ്റ്റേറ്റ് കൗൺസിലിൻ്റെയും ഞാൻ ശുശ്രൂഷിക്കുന്ന കോന്നി സഭയുടെയും കോന്നി ഡിസ്ട്രിക്റ്റിൻ്റെയും എല്ലാ പ്രത്യാശകളും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ആശ ഉളവാക്കുന്ന അനുഗ്രഹീതമായ ഒരു ശുശ്രൂഷയിലാണ് നാം സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. വാത്സല്യ അമ്മച്ചി കഴിഞ്ഞ 85 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിതത്തിൻ്റെ ഉയർച്ചയിലും താഴ്ചയിലും ഒക്കെ
ദൈവസാന്നിധ്യം വ്യക്തവും സ്പഷ്ടമായി തിരിച്ചറിഞ്ഞ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ മഹാത്മ്യം ജീവിതം കൊണ്ട് വെളിപ്പെടുത്തി കാണിച്ച ഭക്തയായ അമ്മച്ചിയുടെ ശവസംസ്കാര ശുശ്രൂഷയിൽ പ്രത്യാശ വാക്ക് പ്രസ്താവിപ്പാൻ ലഭ്യമായ നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അമ്മച്ചിയുടെ മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ ഏറ്റവും അടുത്ത് പരിചയപ്പെടുവാൻ കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവ് അനുവദിച്ചിട്ടുണ്ട്. പ്രിയ കുഞ്ചാനെയും പാസ്റ്റർ സജിയൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ടവരുമായി അടുത്ത് സഹകരിപ്പാൻ കർത്താവ് അവസരമൊരുക്കി. കൊച്ചുമകളായിരിക്കുന്ന സിസ്റ്റർ സുലു, കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബിജു കോട്ടയത്ത് ഞങ്ങൾ ഏറ്റവും അടുത്ത് സഹകരിച്ച അനുഗ്രഹരായ ദൈവദാസനും കുടുംബവുമാണ്. ആ തലങ്ങളിൽ ഈ കുടുംബത്തോട് വളരെ ആത്മാർത്ഥമായി സഹകരിപ്പാൻ കഴിയുന്ന ആളുകളിൽ കർത്താവ് അവസരം ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല ചരിവുകാല കുടുംബമായിട്ടും കഴിഞ്ഞ 4 പരം വർഷമായിട്ട് അടുത്ത് സഹകരിപ്പാൻ കർത്താവ് അവസരം ഒരുക്കുന്നുണ്ട്. ഈ വാത്സല്യ അമ്മച്ചിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രേഷ്ഠമായ വാക്കുകൾ, അനുഭവങ്ങൾ ഇവിടെ പങ്കിട്ടുകൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൽ യേശു കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചതിൻ്റെ മൂല്യാധിഷ്ഠിതമായ ക്രിസ്തീയ മൂല്യങ്ങളെ വാക്കിലും പ്രവൃത്തിയിലൂടെയും വെളിപ്പെടുത്തി അനേകരെ ക്രിസ്തുവിന് വേണ്ടി സാക്ഷിയായി നിർത്തിയ അനുഗ്രഹിക്കപ്പെട്ട അമ്മച്ചിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ദുഃഖിക്കാൻ വകയില്ല. തൻ്റെ ജീവിതം കൊണ്ട് നമുക്ക് സന്തോഷിപ്പാനാണ് വകയുള്ളത്. കാരണം ഇഹത്തിലെ കഷ്ടതകൾ, വേദനകളൊക്കെ ധാരാളം ഉണ്ടായിട്ടും യേശു ക്രിസ്തുവിലൂടെ പ്രാപിച്ചിരിക്കുന്ന നിത്യരക്ഷയ്ക്ക് വേണ്ടി സ്വന്തം ജീവിതത്തെ സമർപ്പിച്ച അനുഗ്രഹിക്കപ്പെട്ട മാതാവാണ്. നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 11 അധ്യായം വായിക്കുമ്പോൾ ദുഃഖത്തിലും വേദനയിലുമായിരുന്ന ഭവനത്തോട് യേശു കർത്താവ് ഇടപെട്ട സമയത്ത് യേശു പ്രസ്താവിച്ച വാക്കും ഇങ്ങനെയാണ്: ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ ജീവിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്നുള്ളതായ ആഴമായ സന്ദേശം കൈമാറ്റം ചെയ്തപ്പോൾ പ്രിയമ്മച്ചിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ യേശുവിനെ അംഗീകരിച്ച് ഏറ്റവും പ്രത്യാശയുള്ള ജീവിതം നയിച്ചുകൊണ്ട് നമുക്കൊരു ഉറപ്പുണ്ട്. നിത്യതയിൽ ഇമ്പങ്ങളുടെ പ്രതീക്ഷയിൽ കോടാനുകോടി വിശുദ്ധന്മാരുമായിട്ട് ഒരുമിച്ച് സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന പ്രത്യേക അനുഭവം. എൻ്റെ വാത്സല്യം അറിയപ്പെട്ടവരെ, പ്രിയമ്മച്ചിയുടെ മക്കൾ, കൊച്ചുമക്കൾ, അവരുടെ മക്കൾ ഒക്കെ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുമ്പോൾ അമ്മച്ചി കാണിച്ച മാതൃക പിൻപറ്റുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിൽ കൊണ്ട് ജീവിതം അവസാനിക്കുന്നില്ല. ക്രിസ്തീയ പ്രത്യാശ കർത്താവിനോട് കൂടെയുള്ളതാണ്. ധാരാളം വേദഭാഗങ്ങൾ ഇവിടെ ഉദ്ധരിക്കപ്പെടണമെങ്കിലും ഞാൻ ഇവിടെ അതിനും സമയമെടുക്കുന്നില്ല. അനുഗ്രഹമായ അഭിഷിക്തന്മാർ പിന്നാലെ ദൈവവചനത്തെ ശുശ്രൂഷിക്കുന്നുണ്ടല്ലോ. നാം ഈ വലിയ പ്രത്യാശ പ്രാപിച്ചവരായി കാലങ്ങളുടെ ആ പൂർണ്ണതയിൽ യേശു കർത്താവിൻ്റെ വരവെങ്കിൽ ഇവിടെ നിന്ന് നാം രൂപാന്തരം പ്രാപിച്ച് പുതിയ ശരീരത്തോടെ നിത്യതയിൽ കർത്താവിനോട് കൂടെ ഒരുമിച്ച് വാസം ചെയ്യുവാൻ രക്ഷിക്കപ്പെട്ട അനുഭവമുള്ളവരായി ജീവിപ്പാൻ സർവശക്തനായ ദൈവം കൃപ ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്ന വാത്സല്യ കുടുംബത്തിന് സർവേശ്വരനായ ദൈവം ആശ്വാസവും പ്രത്യാശയും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന കുമ്മനാട് IPC എലീം സഭയുടെയും ഞങ്ങളുടെ വ്യക്തിപരമായും അനുശോചനവും പ്രത്യാശയും അറിയിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്. അത് അത്യുത്തമമല്ലോ എന്ന് തിരുവചനത്തിൽ നാം വായിക്കുന്നു. കഴിഞ്ഞ 85 വർഷക്കാലം ജീവിച്ചിരുന്ന് മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും കണ്ട് വളരെ പ്രത്യാശയോടെ ആ നിത്യ ഭവനത്തിലേക്ക് പ്രവേശിച്ച പ്രിയ മാതാവിൻ്റെ വേർപാടിൽ നമുക്ക് ദുഃഖമുണ്ടെങ്കിലും നിശ്ചയമായും നിത്യതയിൽ ചെന്ന് കാണുവാൻ കഴിയുമെന്നുള്ള പ്രത്യാശ നമുക്കുള്ളതുകൊണ്ട് നമ്മുടെ ദുഃഖത്തിലും നമ്മൾ സമാധാനവും ആശ്വാസവും പ്രാപിക്കുന്നു. എന്തുകൊണ്ടും പ്രിയ അമ്മച്ചി ഭാഗ്യവതിയാണ്. കാരണം അനുഗ്രഹിക്കപ്പെട്ട തലമുറയെ ദൈവം കൊടുത്തു. അവരെല്ലാം ദൈവമുള്ളവരായി, ദൈവത്തിനായി, കർത്താവിനായി ജീവിക്കുന്നവരായി, പ്രത്യാശയുള്ളവരായി, ദൈവരാജ്യത്തിൻ്റെ കെട്ടുമണിക്ക് വേണ്ടി അധ്വാനിക്കുന്നവരായിരിക്കുമ്പോൾ അതോർത്ത് അമ്മച്ചിക്ക് ഒത്തിരി സന്തോഷിപ്പാനുണ്ട്. ആ 85 വർഷക്കാലം ജീവിച്ചിരിക്കുമ്പോൾ തലമുറയോർത്ത് ഭാരപ്പെടേണ്ടതായി
അമ്മച്ചിക്ക് വന്നിട്ടില്ല. ഒരു നല്ല അന്ത്യം പ്രാപിച്ച് നിത്യവിശ്രമത്തിനു വേണ്ടി ഒരുങ്ങിയ അമ്മച്ചിയെ ദൈവസന്നിധിയിൽ ചെന്ന് കാണുവാൻ കഴിയും എന്ന പ്രത്യാശയോടെ അമ്മച്ചിയെ യാത്രയയപ്പാൻ കർത്താവ് ഇടയാക്കട്ടെ. മാരാമണ്ണ് ദൈവസഭയുടെയും എൻ്റെ കുടുംബത്തിൻ്റെയും അനുശോചനവും പ്രത്യാശയും അറിയിച്ചുകൊണ്ട് അവസരം തന്ന ദൈവദാസന്മാരോട് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. കർത്താവ് നമ്മെ ആശ്വസിപ്പിക്കുമാറാകട്ടെ. ഇവിടെ നമ്മളെ പിരിഞ്ഞു മുന്നേ വിഗംഗമിച്ച വിശുദ്ധര് വിവിധ വേളയിൽ മരിച്ചു മൺമറഞ്ഞകന്നു പോയ വിശ്വസ്തര് അരുണ തുല്യമാം ദ്യുതി വിളങ്ങിടും പല പല പ്രിയ മുഖങ്ങളെ അരുണ തുല്യമാം ദ്യുതി വിളങ്ങിടും പല പല പ്രിയ മുഖങ്ങളെ കാണും ഞാനൻ മോക്ഷപുരേ താതൻ ചാരേ ശാലേംപുരേ ആമേൻ കാണും ശാലേംപുരേ ഇവയിൽ മാത്രം ധ്യാനമേ കരളിനരുളും ആനന്ദം ഇവയിൽ മാത്രം ധ്യാനമേ കരളിനരുളും ആനന്ദം ഇരവും പകലും ഇവയെ പറ്റി ഞാൻ പാടും ഗീതം സാനന്ദം ഇരവും പകലും പാടും ഗീതം സാനന്ദം ഇകത്തെ വിട്ട് ഞാൻ പിരിഞ്ഞ ശേഷം ഇത് താനെ എനിക്കാലംബം ഇകത്തെ വിട്ട് ഞാൻ പിരിഞ്ഞ ശേഷം ഇത് താനെ എനിക്കാലംബം കാണും ഞാനൻ മോക്ഷപുരേ താതൻ ചാരേ ശാലേംപുരേ. കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മെ വിട്ട് വാങ്ങിപ്പോയ മാതാവിൻ്റെ ദേഹവിയോഗത്തോടുള്ള ബന്ധത്തിൽ ഈ രാവിലെ ദൈവസന്നിധിയിലായിരിക്കാനിടയായതിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഈ ഡിസ്ട്രിക്റ്റിൻ്റെ ചുമതല വഹിക്കുന്ന കർത്തൃദാസൻ, ഈ ശുശ്രൂഷ ലീഡ് ചെയ്യുന്ന മാന്യ കർത്തൃദാസൻ, അതുപോലെ ഇവിടെ ആയിരിക്കുന്ന എൻ്റെ സഹപടന്മാരായ എല്ലാ കർത്തൃദാസന്മാർ, ദുഃഖത്തിലായിരിക്കുന്ന മക്കൾ, കൊച്ചുമക്കൾ, ബന്ധുക്കൾ, സഭാവിശ്വാസികൾ, സ്നേഹിതർ, എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം. ഈ ഭവനവുമായിട്ട് ബന്ധപ്പെടാൻ കാരണം അമ്മച്ചിയുടെ മൂത്ത മകൾ ലില്ലിക്കുട്ടിയാനിയുടെ ഹസ്ബൻഡ് രവി ഡാനിയൽ, അദ്ദേഹത്തിൻ്റെ കുടുംബമായിട്ടാണ് എനിക്ക് ആത്മീക ബന്ധം. അതിനോടുള്ള ബന്ധത്തിലാണ് ഈ ഭവനത്തിൽ വരുവാനിടയായത്. പിന്നാലെ ആദരണീയരായ കർത്തൃദാസന്മാർ ദൈവവചനം അതിൻ്റെ നിലയിലും നിലവാരത്തിലും ശുശ്രൂഷിക്കും. മരണം ദൈവം വെച്ച വ്യവസ്ഥയാണ്. എല്ലാവരും ഈ ലോകത്ത് നിന്ന് മരണം വഴിയായി മാറ്റപ്പെടണം. പുതിയ നിയമത്തിൻ്റെ ഉപദേശപ്രകാരം രൂപാന്തരപ്പെടുന്ന വിശുദ്ധന്മാരൊഴികെ എല്ലാവരും മരണം വഴിയായി പോകുകയാണ്. മരണം ദൈവം വെച്ച വ്യവസ്ഥയാണ്. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കായിട്ട് നിയമിച്ചിരിക്കുന്നു. തോട്ടത്തിൽ മേരി മെനിഞ്ഞ ഒരിക്കൽ ഇങ്ങനെ പാടി, പടുക്കളെന്ന് പേരെടുത്ത പൂർവിക പ്രമാണികൾ കൊടുക്കുമെന്ന് സംഭവിച്ചു കേട്ട് കേൾവിയില്ലവോ, സമർത്ഥനായ സീസറും പ്രശസ്തനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും എല്ലാവരും അമർന്നുപോയി. മുതാബാക്കൽ കൊച്ചുകുഞ്ഞു പ്രതീക്ഷ ഇങ്ങനെ പാടി, കൊട്ടാരമായാലും വിട്ടേ മതിയാകും, കോട്ടയ്ക്കകത്തേക്ക് മൃത്ത് ചെല്ലും, 10,000 നില പൊക്കി പണിഞ്ഞാൽ അതിനുള്ളിലും മൃത്ത് കയറി ചെല്ലും, ചറ്റപ്പുരകതിൽ പാർക്കുന്ന ഭിക്ഷുവും മുറ്റും മരണത്തിനധീനനായി, കാലൻ്റെ കോലമായി മൃത്യു വരുന്നതിൻ്റെ കാലും കൈയും കെട്ടിക്കൊണ്ടുപോകാൻ എല്ലാവരും മരണം വഴിയായി പോകും. ഞാൻ ഒരു ഹൈന്ദവ കുടുംബത്തിൽ നിന്നാണ് രക്ഷിക്കപ്പെട്ടത്. ശബരിമലയ്ക്ക് പോകാൻ മാലയിട്ട് വൃശ്ചികവ്രതം നോക്കി ക്ഷേത്രത്തിൽ നിന്ന് വീട്ടിലോട്ട് വരുന്ന സന്ദർഭത്തിൽ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. അപ്പം അന്നത്തെ ആചാരം അനുസരിച്ച് വീട്ടിൽ നാമം ജപിക്കുമ്പോൾ ഇങ്ങനെ ചൊല്ലുമായിരുന്നു, കുന്നുകൾ പോലെ ധനമുണ്ടാകലും ഇന്ദ്രന് സമമായി വാണിയിടുകലും ഒന്നുരിയാടുവ തിന്നിട കിട്ടാ വന്നാൽ യമഭടർ നാരായണ ജയ. അർത്ഥം, കുന്നുകൾ പോലെ ധനമുണ്ടെങ്കിലും ഇന്ദ്രദേവന് തുല്യമായി ജീവിക്കുന്ന വ്യക്തിയാണെങ്കിലും മരണത്തിൻ്റെ കരാളകസ്ഥം വന്നാൽ ഒരക്ഷരം ഉരിയാടാൻ അനുവദിക്കാതെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. എല്ലാവരും മരണം വഴിയായി പോകുകയാണ്. വേറെ പുസ്തകത്തിലെ 1-ാമത്തെ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ മരണത്തെപ്പറ്റി ഒരു പരാമർശവുമില്ല. എന്നാൽ 2-ാം അധ്യായത്തിൽ പരാമർശിച്ചു, തിന്നരുത്, തിന്നുന്ന നാളിൽ മരിക്കും.
3-ാം അധ്യായത്തിൽ വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചു, ആത്മീക മരണം സംഭവിച്ചു. ഉൽപ്പത്തി 4-ാം അധ്യായത്തിൽ ശാരീരിക മരണവും നടന്നു, കയീൻ ഹാബേലിനെ കൊന്നു. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം മരണത്തിന്റെ നീണ്ട പട്ടിക. ചിലർ പറയുന്നത് സെമിത്തേരിയുടെ അധ്യായമെന്ന. സെമിത്തേരി എന്ന് പറഞ്ഞാൽ ചിലർക്ക് പേടിയാ, ന്യായമായ അർത്ഥം ഉറങ്ങുന്ന സ്ഥലം. അപ്പോൾ ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം സെമിത്തേരിയുടെ അധ്യായമാണ്. വിശുദ്ധന്മാരെല്ലാം പിതാക്കന്മാരെല്ലാം മരിച്ചു. ആദാം മരിച്ചു, ഷേത്ത് മരിച്ചു, ഏനോശ് മരിച്ചു, കേനാൻ മരിച്ചു, മഹലേൽ മരിച്ചു, യാരദ് മരിച്ചു, ലാമേക്ക് മരിച്ചു, നോഹ മരിച്ചു. മരണത്തിന്റെ നീണ്ട പട്ടിക. പക്ഷേ ആ പട്ടികയിലും പ്രത്യാശയുടെ ഒരു പദം കൊടുത്തിരിക്കുന്നത് ദൈവത്തോട് കൂടെ നടന്ന ഹാനോക്ക് എടുത്തുകൊള്ളപ്പെട്ടു. ഇത് ഉൽപ്രാപണം പ്രാപിക്കുന്ന വിശുദ്ധന്മാർക്ക് നിഴല. ഈ ദുഷ്ടലോകത്തിൽ, പാപലോകത്തിൽ പാപത്തെ ഏറ്റുപറഞ്ഞ് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. പാപത്തിന് പരിഹാരം ഉണ്ടാക്കാൻ 5 പൈസ മുടക്കണ്ട, 1/2 മൈൽ നടക്കണ്ട, ഇരിക്കുന്ന ഇടത്തിരുന്ന് ഹൃദയം കർത്താവിന് കൊടുക്കുക. യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ദൈവത്തിന്റെ വചനത്തിന്റെ വിശുദ്ധയിൽ ജീവിച്ചാൽ കർത്താവിന്റെ വരവിൽ പ്രത്യക്ഷതയിൽ എടുക്കപ്പെടാം. ആത്മാവ് ഭൂലോകത്തേക്കാൾ വലിയേറത് ആത്മരക്ഷ യേശു ക്രിസ്തുവിൽ കൂടി മാത്രം. ഈ മാതാവിനത് പ്രാപിക്കാൻ ഭാഗ്യമുണ്ടായി. മക്കളെ ആ നിലയിൽ വളർത്തി നമുക്ക് ആ നല്ല മാതൃക പിന്തുടരാം. എല്ലാറ്റിലുപരി കർത്താവിന്റെ വരവിനായിട്ടൊരുങ്ങാം. സമയം തന്ന കർത്തദാസന്മാർക്ക് നന്ദി. പ്രത്യാശയോടെ മാതാവിനെ യാത്രയാക്കാം. പ്രൈസ് ദി ലോർഡ്. തുടർന്ന് പാസ്റ്റർ പിന്നു ഇല്ല, അതേ തുടർന്ന് പാസ്റ്റർ ഗ്ലാഡ്സൺ ജോൺ, അതുപോലെ പാസ്റ്റർ KT എബ്രഹാം. പ്രിയപ്പെട്ടവർ ഓരോ വാക്കുകളിൽ. വേണ്ട ദുഃഖം തെല്ലുമേ ഉണ്ടോ പ്രത്യാശയിൻ ദിനം, വേണ്ട ദുഃഖം തെല്ലുമേ ഉണ്ടോ പ്രത്യാശയിൻ ദിനം, കർത്തൻ കാഹളനാദത്തിൽ ഒത്തു ചേർന്നിടും നാമിനി, കർത്തൻ കാഹളനാദത്തിൽ ഒത്തു ചേർന്നിടും നാമിനി. വേർപാടിൻ്റെ ദുഃഖം നിഴലിട്ട് നിൽക്കുന്ന ഈ പ്രത്യേക സാഹചര്യത്തിൽ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങൾ, ബന്ധുമിത്രാദികൾ, മറ്റ് പ്രിയപ്പെട്ടവർ എല്ലാവരെയും സർവശക്തനായ ദൈവം ആശ്വസിപ്പിക്കുമാറാകട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ 85 സംവത്സരം ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ദൈവം കൊടുത്ത ആയുസ് തികച്ച് വാത്സല്യ അമ്മച്ചി താൻ പ്രിയ അമ്മച്ച കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇരുവരും ദൈവസഭയിൽ താമസിച്ച് അത് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഈ ഭവനവുമായി അത് പരിചയപ്പെടുവാനും അന്ന് മുതൽ ഞങ്ങൾക്ക് ആത്മീയമായ സ്നേഹബന്ധത്തിലായിരിക്കാൻ ദൈവം അവസരമൊരുക്കി. വളരെ വിശ്വസ്തയോടെ കർത്താവിനെ സേവിച്ച് ദൈവകൃപയിൽ നിലനിന്ന ഒരു വാത്സല്യ മാതാവാണ് ഈ പ്രിയ മാതാവ്. ദൈവത്തിന് സ്തോത്രം. അതെ, വളരെ മാതൃകയുള്ള ഒരു ജീവിതം നയിപ്പാൻ തക്കവണ്ണം ദൈവം ഭാഗ്യം കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ കാണുവാൻ, അവരുടെ നന്മ കാണുവാൻ, അവരൊക്കെ ദൈവകൃപയിൽ നിലനിൽക്കുന്നത് കാണുവാനൊക്കെയുള്ള വലിയ ഭാഗ്യം കർത്താവ് പ്രിയ അമ്മച്ചിക്ക് നൽകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വേർപാട് നമ്മെ സംബന്ധിച്ചിടത്തോളം മാനുഷിക നിലയിൽ നമുക്ക് ദുഃഖവും വേദനയും നഷ്ടവുമാണ്. എങ്കിലും ക്രിസ്തുവിൽ ജീവിച്ച് ക്രിസ്തുവിൽ മരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗത്ത് നമുക്ക് സന്തോഷിക്കുവാൻ വകയുള്ളത് അവർ ഈ ഭൂമിയിലെ കഷ്ടതയും വേദനയും രോഗവും ഒക്കെ മാറി അത് വിശ്രമിക്കുന്നു എന്നുള്ളതാണ്. വളരെ ശാരീരികമായ ക്ലേശങ്ങളിൽ കൂടി വാത്സല്യ മാതാവ് കടന്നുപോയെങ്കിലും വേദനയില്ലാത്ത നാട്ടിലേക്ക് ദൈവം തന്നെ വിളിച്ചു ചേർക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. മനുഷ്യ ജീവിതത്തിൽ മരണം നിശ്ചയമാണ്, സമയം നിശ്ചയമല്ല. ഞാനും നിങ്ങളും എല്ലാം ഒരു മരണത്തിൻ്റെ ക്യൂവിൽ നിൽക്കുകയാണ്. ഓരോ ദിവസവും ആയിരക്കണക്കിന് ആളുകൾ ഈ ക്യൂവിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുക. ഓരോ സെക്കൻഡ് പിന്നിടുമ്പോഴും നാം നമ്മുടെ മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുക. ദൈവത്തിന് സ്തോത്രം. ആ യാഥാർത്ഥ്യം നാം മറന്നു പോകല്ല്. അത് ജനനമെന്ന 3 അക്ഷരത്തിനും മരണമെന്ന 3 അക്ഷരത്തിനുമിടയിൽ ജീവിതമെന്ന 3 അക്ഷരം അതിവേഗം ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരിക്കൽ ഇതുപോലെ ഈ ലോകത്തോട് യാത്ര പറയേണ്ടവരാണ്. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മരണം ഒരു അവസാനമല്ല. മനുഷ്യന്റെ ഉള്ളിൽ ദൈവമാക്കിയിരിക്കുന്ന അനശ്വരമായ ആത്മാവിന് മരണാനന്തരം നിത്യമായൊരു ജീവിതമുണ്ട്. അതെവിടെ ചിലവഴിക്കും എന്നതിനെക്കുറിച്ച് നാം ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം, മറ്റൊരു സ്ഥലമില്ല. ആകയാൽ ക്രിസ്തുവിൽ ജീവിച്ച് ക്രിസ്തുവിൽ മരിക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ കർത്താവിനോട് കൂടെ നിത്യതയിൽ വസിക്കുവാൻ തക്കവണ്ണം കഴിയും. ആ നല്ല അനുഭവത്തിനായി എല്ലാവരെയും കർത്താവ് ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ദുഃഖാർത്ഥരായിരിക്കുന്ന എല്ലാവരെയും കർത്താവ് ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരുടെയും കുടുംബത്തിൻ്റെയും ദുഃഖവും പ്രത്യാശയും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു.
പ്രൈസ് ദി ലോർഡ്. തുടർന്ന് ദേവദാസന്മാർ ശുശ്രൂഷിക്കുന്നതിന് മുമ്പ് റവറൻ അലക്സാണ്ടർ എ തോമസ് ഒരു പ്രാർത്ഥിക്കാം. ശോഭയേറും നാടോ നുണ്ടതു കാണമേ ദൂരെ വിശ്വാസത്താ താതൻ വാസം നമുക്കൊരുക്കി നിൽക്കുന്നുണ്ടക്കരെ കാത്തകോ വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത് വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത് നാമശോഭന നാട്ടിൽ പാടും വാഴ്ത്തപ്പെട്ടോരുടെ സംഗീത ഖേദം രോദനമാകില്ലല്ലോ നിത്യ സൗഭാഗ്യമാ മക്കൾക്ക് വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത് വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന് മനുഷ്യ സമൂഹത്തെക്കുറിച്ച് അരുളി ചെയ്തവനായ ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ഈ ലോകത്തിലെ ജീവിതത്തിനും വരുവാനുള്ള ജീവിതത്തിനും കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ പ്രാഗൽഭ്യവും കർത്താവെ നിത്യമായ അനുഗ്രഹങ്ങളും അവിടുന്ന് ദാനമായി നൽകിയിരിക്കുന്ന നിൻ്റെ ദിവ്യ കാരുണ്യത്തിനായി നന്ദിയോട് സ്തോത്രം. കർത്താവെ, ഞങ്ങൾക്ക് ഈ ലോകത്തിൽ ജീവിക്കുവാനും പ്രവർത്തിപ്പാനും നീ അവസരങ്ങളെയും സാഹചര്യങ്ങളെയും നൽകുന്നു. എന്നാൽ ഞങ്ങൾ ഒരു നാളിൽ ഈ ലോകത്തിലെ ജീവിതം അവസാനിപ്പിച്ച് നിൻ്റെ സന്നിധിയിലേക്ക് വരേണ്ടവരാണെന്നുള്ള വലിയ ബോധ്യത്തിൽ ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിച്ച് അനുഗ്രഹീതമായി നിൻ്റെ പാതയിൽ കൂടെ യാത്ര ചെയ്യുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മരണം മൂലം തിരുസന്നിധിയിലേക്ക് വിളിച്ച് വേർതിരിച്ചിരിക്കുന്ന ഈ ദാസിയുടെ ജീവിതത്തിനായി സ്തോത്രം. അവിടുന്ന് അനുവദിച്ച നാളുകൾ അനുഗ്രഹീതയായി ജീവിക്കുവാൻ കൃപ നൽകി. അനുഗ്രഹീതമായ കുടുംബജീവിതം, മക്കൾ, പ്രിയപ്പെട്ടവർ സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടുവാനുമുള്ള സാഹചര്യങ്ങളൊക്കെ നിദാനമായി നൽകിയല്ലോ. ദൈവമേ, തിരുഹിതമായപ്പോൾ നിന്റെ ദാസിയെ നിന്റെ സന്നിധിയിലേക്ക് വിളിച്ചു എന്ന് വിശ്വാസത്തിൽ മനസ്സിലാക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദുഃഖത്തിലിരിക്കുന്ന എല്ലാവരെയും നീ ആശ്വസിപ്പിക്കണമേ. ലാസറിൻ്റെ കല്ലറയിൽ കടന്നു വന്ന് ദുഃഖിതരെ ആശ്വസിപ്പിച്ചവനായ കർത്താവ്, പ്രിയ ഭവനത്തിലേക്ക് വന്ന് നിന്റെ മക്കളെ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും എല്ലാത്തിലുപരിയായി കർത്താവുമായുള്ള വലിയ ബന്ധത്തിലും പ്രത്യാശയിലും ജീവിപ്പാൻ അനുവദിക്കുകയും ചെയ്യണമേ. തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളിലും നിന്റെ കൃപയുണ്ടാകണം. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ. ആമേൻ. തുടർന്ന് പാസ്റ്റർ ഗ്ലാഡ്സൺ, അതുപോലെ പാസ്റ്റർ കെ ടി എബ്രഹാം, അതുപോലെ മാത്യു സാർ പാലമൂട്ടിൽ, അതുപോലെ സണ്ണി ബ്രദർ സണ്ണി മുളമൂട്ടിൽ, പ്രിയപ്പെട്ടവർ ഒരു വാക്കുകളിൽ അറിയിക്കും. പ്രത്യാശയുടെയും ദുഃഖത്തിൻ്റെയും ഈ പ്രത്യേകമായ സന്ദർഭത്തിൽ പ്രിയ അമ്മച്ചിയുടെ വേർപാടിൽ ദുഃഖത്തോടെ ആയിരിക്കുന്ന മക്കളെയും കൊച്ചുമക്കളെയും അവരുടെ മക്കളെയും എല്ലാം ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും ദൈവവചനം നൽകുന്നതായ കാഴ്ചപ്പാടുകളെക്കുറിച്ച് നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. മരണം വരെയുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയാമെന്നാൽ മരണത്തിന് ശേഷം എന്ത്
എന്ന ചോദ്യത്തിന് മറുപടി കണ്ടെത്തുവാൻ പലർക്കും കഴിയാതെ വരുമ്പോൾ, ലോകപ്രകാരം വലിയ വിദ്യാഭ്യാസത്തൊന്നും അവകാശപ്പെടുവാനില്ല എങ്കിലും നമ്മിൽ അനേകർക്കും ക്രിസ്തുവിലുള്ള പ്രത്യാശയാൽ മരണാനന്തരം എന്താണ് എൻ്റെ ജീവിതമെന്ന് തിരിച്ചറിയുവാനുള്ള ഭാഗ്യം ദൈവം നൽകിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ അമ്മച്ചിയും ആ ഒരറിവോടുകൂടെ തന്നെയാണ് ഈ ലോകം വിട്ടുപോയിരിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്തീയ പ്രത്യാശയിൽ മരണാനന്തരം ലഭിക്കുന്നതായ ആ വലിയ നിത്യജീവൻ്റെ സൗഭാഗ്യങ്ങൾ പ്രിയ അമ്മച്ചിക്കായി ഒരുക്കപ്പെട്ടതോർത്ത് ഞാൻ ദൈവത്തെ